ഓക്കെ, നമ്മളെ അടുത്ത പാർട്ടാണ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഓഫ് ഡ്രൈവ്സിൻ്റെ അടുത്ത പാർട്ടാണ് സെലക്ഷൻ ഓഫ് ഡ്രൈവ് ഇൻ വേരിയസ് ആപ്ലിക്കേഷൻ. അത് ഡ്രൈവ്സിൻ്റെ സെലക്ഷൻ എങ്ങനെ വേരിയസ് ഓരോ ആപ്ലിക്കേഷനിലെ ഡ്രൈവിൻ്റെ സെലക്ഷനാണ് നമ്മൾ നോക്കാനുള്ളത്. കുറച്ച് ഇതുണ്ട്, അതായത് ഒന്ന് സ്റ്റീൽ മില്ലാണ്, പിന്നെ പേപ്പർ മില്ല്, സിമൻറ്റ് മില്ല്, ടെക്സ്റ്റൈൽ മില്ല്, ഷുഗർ മില്ല്, കോൾ മൈനിങ്, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി, അങ്ങനെ ഒരു 7 ഉണ്ട്. ഇതിനൊക്കെ എന്താണ് സെലക്ഷൻ ഓഫ് ഡ്രൈവ് ഇൻ വേരിയസ് ആപ്ലിക്കേഷൻ. ഇതിനൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സ്റ്റീൽ മില്ലാണെങ്കിൽ അവിടെ പല പ്രോസസ്സും ഉണ്ട്. ഇരുമ്പിന് എന്താക്കുന്നുണ്ട്, റൗണ്ട് ആക്കാണ്ട് സ്ക്വയർ ആക്കുന്ന പല പ്രോസസ്സും ഉണ്ട്. അതിൽ ഓരോന്നിനും ഓരോ പ്രോസസ്സാണ്. അത് നോക്കാണ്ട് പേപ്പർ മില്ലാണ്, പേപ്പർ മില്ലിൻ്റെ വർക്കിംഗ്, സിമൻറ്റ് മില്ല്, ടെക്സ്റ്റൈൽ മില്ല്, ഷുഗർ മില്ല്, പെട്രോ കെമിക്കൽ, കോൾ മൈൻ, അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസാണ് നോക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഏതാണ്, സ്റ്റീൽ മില്ലാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ ഓഫ് ഡ്രൈവ് ഇൻ വേരിയസ് ആപ്ലിക്കേഷനായ സ്റ്റീൽ മില്ലിൻ്റെ കാര്യങ്ങൾ നോക്കാം. സ്റ്റീൽ മില്ല് പറയുമ്പോൾ എന്താണ്, മേജർ ഫങ്ഷൻ എന്താണ്, സ്റ്റീൽ മില്ല് റോളിംഗ് ഓഫ് സ്റ്റീലാണ്. റോളിങ് സ്റ്റീലിനെ പല ഷേപ്പിലേക്ക് റോൾ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ ഷേപ്പിൽ എടുക്കുന്നതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റീൽ മില്ലിൽ നടക്കുന്നത്. അതായത് മേജർ ഫങ്ഷൻ ആണ് എന്താണ്, സ്റ്റീൽ മില്ല് റോളിംഗ് ഓഫ് സ്റ്റീൽ. സ്റ്റീലിനെ പലതിലേക്ക് റോൾ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ ഷേപ്പിലേക്കും സൈസിലേക്കും മാറ്റിയെടുക്കുന്നതാണ് അവിടെ നടക്കുന്നത്. റോളിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഡ്യൂറിങ് വിച്ച് എന്താണ് ക്രോസ് സെക്ഷൻ ഓഫ് ദ മെറ്റൽ ഗെറ്റ്സ് എന്താണ് റെഡ്യൂസ് ആൻഡ് ഇൻക്രീസസ് ലെങ്ത്ത് പ്രൊപ്പോർഷനലി. അതായത് റോളിംഗ് എന്ന് പറയാനുള്ള പ്രോസസ്സാണ് എന്താണ്, റോളിംഗ് എന്ന ഒരു പ്രോസസ്സിനെ വിച്ച് എന്താണ് ക്രോസ് സെക്ഷൻ ഓഫ് മെറ്റൽ, നമ്മുടെ മെറ്റലിൻ്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്ത് പ്രൊപ്പോർഷനലി ഇൻക്രീസ് ചെയ്തുകൊണ്ടുവരുന്നത്. ഇതിനാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. മേജർ സ്റ്റീൽ മില്ലിലെ ഒരു മേജർ ഫങ്ഷനാണ് എന്ത്, റോളിംഗ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതിൽ റോളിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഡ്യൂറിങ് വിച്ച് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ മെറ്റൽ ഗെറ്റ്, മെറ്റലിൻ്റെ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻക്രീസസ് ലെങ്ത്ത് പ്രൊപ്പോർഷനലി ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് റോളിംഗ് എന്ന് പറയുന്നത്. സ്റ്റീൽ മില്ല് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെയാണ് ബ്ലോംസ്, സ്ലാബ്, റെയില്, ഷീറ്റ്, സ്ട്രിപ്പ്, ബീം ബാർസ് അല്ലെങ്കിൽ ആംഗിൾസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്റ്റീൽ മില്ലിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് റോൾ ചെയ്തിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. അതായത് ബ്ലൂംസ് ഉണ്ട്, സ്ലാബ്സ് ഉണ്ട്, റെയിലുണ്ട്, റോഡ്സ് ഉണ്ട്, ഷീറ്റ് ഉണ്ട്, സ്റ്റിപ്പ് ബ്രീം ബാർസ് ഉണ്ട്, അല്ലെങ്കിൽ ആംഗിൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റീൽ മില്ലിൽ നിന്ന് റോൾ ചെയ്തിട്ട് സ്റ്റീലിന് റോൾ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ റോളിംഗ് എന്ന പ്രോസസ്സ് നമുക്കറിയാം എന്ത് ചെയ്യുന്നത്, ക്രോസ് സെക്ഷൻ ഓഫ് ദ മെറ്റലിൻ്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻക്രീസ് എന്ത് ചെയ്ത് ലെങ്ത്ത് പ്രൊപ്പോർഷനായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റീലിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ലാബ്, ബ്ലൂംസ്, റെയിൽസ്, റോഡ്, ബില്ലറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് ആണ് ബ്ലൂം പറഞ്ഞതാണ് ബ്ലൂം മില്ല് പ്രൊഡ്യൂസ് എന്താണ് ബ്ലൂംസ്. അതായത് ബ്ലൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ലിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, ബ്ലൂമിംഗ് മില്ല് എന്ന് പറയുന്നത്. അതെന്ത്, എനി ലെങ്ത് ഓഫ് റോൾഡ് മെറ്റൽ ഹാവിങ് ഓൾമോസ്റ്റ് എ സ്ക്വയർ ക്രോസ് സെക്ഷൻ, അതായത് സ്ക്വയറിൻ്റെ ക്രോസ് സെക്ഷനിലൊരു ഏത് മെറ്റൽ നമ്മൾ പറയുന്ന പേരാണെന്ത്, ബ്ലൂം എന്ന് പറയുക. അത് ചെയ്യുന്നതിന് മില്ലിനെ പറയുന്ന പേരാണ് ബ്ലൂമിംഗ് മില്ല് എന്ന് പറയും. അതേപോലെ നമ്മളെ റോളിംഗ് മില്ല് എന്ത് ചെയ്യുന്നുണ്ട്, ജനറലി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പ്രൊഡക്റ്റിനനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ റോളിംഗ് മില്ലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ പെർട്ടിക്കുലർ മില്ല് എന്താണ്, കേപ്പബിൾ ഓഫ് മാനുഫാക്ചറിങ് എന്താണ് സ്പെസിഫിക് പ്രൊഡക്റ്റ് ആൻഡ്, അതായത് ഓരോ മില്ല് എന്താണ് ഓരോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിൾ ആണ്. അതായത് നമ്മളെ റോളിംഗ് മില്ല് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറലി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ റോളിംഗ് മില്ല് അതിൻ്റെ പ്രൊഡക്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മില്ലിനെ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബ്ലൂംസ് ആണെങ്കിൽ അതിന് ബ്ലൂമിംഗ് മില്ല് എന്ന് പറയും. പിന്നെ അതേപോലെ സ്ലാബിംഗ് ആണ് നമ്മൾ സ്ലാബിംഗ് മില്ല് എന്ന് പറയും. ബില്ലറ്റ് ആണ് നമ്മൾ എന്ത് പറയും, ബിൽസ് ആണെങ്കിൽ ബിൽസിൻ്റെ മില്ല് എന്നാണ് പറയുക. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റോളിംഗ് മിൽസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ജനറലി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ അതിൻ്റെ പ്രൊഡക്ട്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റോളിംഗ് മില്ലിനെ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെന്ത് പെർട്ടിക്കുലർ മില്ല്, ഓരോ പെർട്ടിക്കുലർ മില്ല് എന്തായുണ്ട് ഈസ് കേപ്പബിൾ ഓഫ് മാനുഫാക്ചറിങ് ദ സ്പെസിഫിക് പ്രൊഡക്റ്റ്. അത് ഓരോ നമ്മൾ റോളിംഗ് മില്ലിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അക്കോർഡിംഗ് ടു അതിൻ്റെ പ്രൊഡക്റ്റിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് പറഞ്ഞ്. അതേപോലെ നമുക്ക് ഓരോ മില്ല് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള കേപ്പബിൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ റോളിംഗ് മില്ല് അല്ലെങ്കിൽ അതിനെ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു. അതേപോലെ എന്താ പെർട്ടിക്കുലർ മില്ല് എന്താണ് കേപ്പബിൾ ഓഫ് മാനുഫാക്ചറിങ് സ്പെസിഫിക് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ്. അതേപോലെ എന്തുണ്ട്, അതിൻ്റെ ഡിസൈൻ ഓഫ് മിൽ സ്റ്റാൻഡ്, മിൽ ഹെഡ്, ഓക്സിലറീസ് ആൻഡ് ഡ്രൈവ് ചേഞ്ച് വിത്ത് ദ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് നമ്മളെ പ്രൊഡക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളെ മിൽ സ്റ്റാൻഡ്, അതായത് നമ്മളെ റോളിംഗ് മില്ല് അല്ലെങ്കിൽ സ്റ്റീൽ മില്ലിൽ വരുന്ന ഓരോ പാർട്ടാണത് മിൽ സ്റ്റാൻഡ്, മിൽ ഹെഡ്, ഓക്സിലറീസ്, ഡ്രൈവ്സ്, അതൊക്കെ എന്ത് ചെയ്യും, നമ്മളെ പ്രൊഡക്റ്റിന് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ മിൽ സ്റ്റാൻഡും മിൽ ഹെഡും ഓക്സിലറീസും ഒക്കെ മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത് എന്താണ്, മേജർ ഫങ്ഷൻ ഓഫ് സ്റ്റീൽ മില്ല് എന്താണ് റോളിംഗ് ഓഫ് സ്റ്റീലാണ്.
റോളിംഗ് എന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഡ്യൂറിങ് വിച്ച് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട് ഗെറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അതേപോലെ സ്റ്റീൽ മില്ലിൽ എന്ത് യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലൂംസ്, സ്ലാബ്, റെയിൽ, റോഡ്, ഷീറ്റ്, അതുപോലെ ബാർ, അങ്ങനെ അതേപോലെ റോളിംഗ് മില്ല് നമ്മൾ ജനറലി ക്ലാസിഫൈഡ് അക്കൗണ്ട് അതിൻ്റെ പ്രൊഡക്റ്റിനനുസരിച്ച് നമ്മൾ റോളിംഗ് മില്ലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള മില്ല് എന്താണ് കേപ്പബിൾ ഓഫ് മാനുഫാക്ചറിങ് സ്പെസിഫിക് പ്രൊഡക്റ്റ്. ഓരോ മില്ല് ഓരോ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ ഇതാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതേപോലെ എന്തുണ്ട് അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ മിൽ സ്റ്റാൻഡ്, അതിൻ്റെ മിൽ ഹെഡ്, ഓക്സിലറി ഡ്രൈവ് ഒക്കെ എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ച് ചേഞ്ച്. ഫസ്റ്റ് നമുക്ക് വരുന്നത് ജസ്റ്റ് ഒരു ബ്ലൂമിംഗ് മില്ല് നോക്കാം. ബ്ലൂമിംഗ് മില്ല് എന്താണ് ബ്ലൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ലിനെ നമ്മളറിയാം ബ്ലൂമിംഗ് മില്ല് എന്നറിയാം. അതാണ് എനി ലെങ്ത് ഓഫ് റോൾഡ് മെറ്റൽ ഹാവിങ് ഓൾമോസ്റ്റ് എ സ്ക്വയർ ക്രോസ് സെക്ഷൻ. സ്ക്വയറിൻ്റെ ടൈപ്പ് ക്രോസ് സെക്ഷനിൽ നമ്മൾ പറയുന്നതാണ് ബ്ലൂംസ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ലിന് പറയുന്നത് എന്താണ് ബ്ലൂമിംഗ് മില്ല് എന്ന് പറയും. അതായത് ഇഫ് ദ റോൾഡ് മെറ്റൽ ഈസ് ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. അപ്പോൾ മുന്നേ പറഞ്ഞത് സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ബ്ലൂംസ് എന്ന് പറയും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ബ്ലൂമിംഗ് മില്ല് എന്ന് പറയും. ഇപ്പോൾ റെക്ടാങ്കുലർ ഷേപ്പാണുള്ളത് നമ്മൾ എന്ത് പറയും അതിനെ സ്ലാബ് എന്ന് പറയും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ല് നമ്മൾ സ്ലാബിംഗ് മില്ല് എന്ന് പറയും. അതുപോലെ ബ്ലൂംസ് ഓഫ് റെഡ്യൂസ്ഡ് ക്രോസ് സെക്ഷൻ, ബ്ലൂംസിന് സ്ക്വയറിനെ പിന്നെയും റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്താ പറയാൻ പറ്റും അതിനെ ബിൽസ് എന്ന് പറയാൻ പറ്റും. ആ ബില്ലിനെ നമുക്ക് എന്താ ഫെർദർ റോൾഡ് ഇൻറ്റു ബാറ്, സ്ക്വയർ, ആംഗിൾ റോഡ്സ് ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്ലൂമിംഗ് മില്ല് നമുക്ക് എന്ത് ചെയ്യണം അതായത് ബ്ലൂമിംഗ് മില്ലിൽ നമുക്ക് ബ്ലൂംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂംസ് എന്താണ് സ്ക്വയർ ക്രോസ് സെക്ഷനുള്ള റോൾഡ് മെറ്റൽസിനെ നമ്മൾ ബ്ലൂമിംഗ് മില്ല് എന്ന് പറയാൻ പറ്റും. അതേപോലെ റെക്റ്റാങ്കിൾ ക്രോസ് സെക്ഷനിലാണ് നമ്മൾ സ്ലാബ് എന്ന് പറയും. അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ലിനാണ് സ്ലാബിംഗ് മില്ല് എന്ന് പറയുക. അതായത് ബ്ലൂമിനെ നമുക്ക് പിന്നെയും റെഡ്യൂസ് ചെയ്ത ക്രോസ് സെക്ഷൻ ആക്കി എന്ത് ചെയ്യും അതിന് ബിൽസ് എന്ന് പറയും. ബിൽറ്റിനെ നമുക്ക് ബിൽറ്റിനെ നമ്മൾ പിന്നെയും റോൾ ചെയ്താൽ നമുക്ക് എന്താ പറ്റും ബാറ്, സ്ക്വയർ, ആംഗിൾ റോഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ സെയിം മില്ല് എന്താണ് പ്രൊഡ്യൂസ് വേരിയസ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് സൈസ് ഷേപ്പ്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ എന്താ സെയിം മില്ലിൽ നിന്നായിട്ട് നമുക്ക് ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് എന്താണ് ഡിഫറെൻറ്റ് സൈസും ഷേപ്പിലൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മില്ലിനൊക്കെ സച്ച് മില്ല് നമ്മളെന്താ പറയുന്നത് മെർച്ചൻറ്റ് മില്ല് എന്ന് പറയും. അതായത് സെയിം മില്ല് മുന്നേ പറഞ്ഞ ബ്ലൂമിംഗ് മില്ല്, സ്ലാബിംഗ് മില്ല് എന്നൊക്കെ നമ്മൾ ടേംഡസ് ക്യാൻ പ്രൊഡ്യൂസ് വെറൈറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് സൈസും ഷേപ്പുള്ള ഇത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മിൽസ് നമ്മൾ പറയുന്നതാണ് മെർച്ചൻറ്റ് മിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നമുക്കിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ കുറേ ടൈപ്പ് മില്ലുണ്ടാണ്. ഓരോ മില്ല് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് സ്ലാബ് പറഞ്ഞത് റെക്റ്റാങ്കുലർ ഷേപ്പിലാക്കി ഉണ്ടാവുക. പിന്നെ വരുന്നത് ബില്ലറ്റാണ് നമ്മളെ സ്ക്വയർ, അതായത് ബ്ലൂമിനെ പിന്നെയും ക്രോസ് സെക്ഷൻ ചെറുതാക്കിയാണ് നമ്മൾ ബില്ലറ്റ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സ്ക്വയറിൻ്റെ ഷേപ്പാണ് നമ്മൾ ബ്ലൂം എന്ന് പറയും. ബ്ലൂം പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ല് നമ്മൾ ബ്ലൂമിംഗ് മില്ല് എന്ന് പറയും. അതേപോലെ സ്ലാബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ല് നമ്മൾ സ്ലാബിംഗ് മില്ല് എന്ന് പറയും. ബില്ലറ്റൊക്കെ ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്ലൂമിംഗ് മില്ല് എന്നാണ്. അതുപോലെ ഓരോ മില്ല് നമുക്ക് എന്ത് ചെയ്യാം ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് ഷേപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൂമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഓരോ ഷേപ്പിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. ഫസ്റ്റ് ബ്ലൂമിൻ്റെ സ്ട്രക്ചറൽ ഷേപ്പ് റെയിൽസൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. സ്ലാബിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്ലേറ്റ്, അതായത് ഷീറ്റ്, കോയിൽസൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ബില്ലിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാറ്, റോഡൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ ഇത് നമ്മളെ റോൾ ചെയ്തിട്ട് ഓരോന്നിനും ആവശ്യമായ ഇതിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇവിടെ അത് തന്നെയാണ് കാണിച്ചത്. ഫസ്റ്റ് നമുക്ക് എന്തുണ്ടാവും മെയിനായിട്ടൊരു ഇതുണ്ടാവും, മെയിനായിട്ടൊന്നുണ്ടാവും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂന്നായിട്ട് ക്ലാസിഫൈ ബ്ലൂം, സ്ലാബ്, ബില്ലറ്റ്. ബ്ലൂമാണ് സ്ക്വയർ ഷേപ്പ്, സ്ക്വയറിലുള്ള ഷേപ്പ്. ഇത് തന്നെ സ്ലാബാണ് റെക്റ്റാങ്കിൾ. പിന്നെ ബില്ലറ്റ് ആണ് ബ്ലൂമിനെ ഒന്നും കൂടി റെഡ്യൂസ് ചെയ്തെടുത്താണ് ബില്ലറ്റ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ബ്ലൂമിന് എന്ത് ചെയ്യാൻ പറ്റും സ്ട്രക്ചറൽ ഷേപ്പാക്കി മാറ്റാൻ പറ്റും. ഓരോ ആവശ്യമായ സ്ട്രക്ചറിനനുസരിച്ച് ഇതിലൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സ്ലാബിന് നമുക്ക് എന്ത് പറ്റും ഷീറ്റ്, പ്ലേറ്റ്, കോയിലൊക്കെ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ബില്ലറ്റ് നമുക്ക് ബാറ്, റോഡൊക്കെ ആയിട്ട് സ്ക്വയർ, ആംഗിൾ റോഡ്, ബാറൊക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത്രയാണ് നമ്മളെ ഈ ഓരോ മില്ലിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റോളിംഗ് മില്ല് നമ്മൾ എന്ത് ചെയ്തു 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂസ് കോൾഡ് റോളിംഗ് മില്ലാണ്. സെക്കൻഡ് വരുന്നത് എന്താണ് റിവേഴ്സ് കോൾഡ് റോളിംഗ് മില്ലാണ്. തേർഡ് കണ്ടിന്യൂസ് ഹോട്ട് റോളിംഗ് മില്ല്. ഫോർത്ത് വരുന്നത് റിവേഴ്സ് ഹോട്ട് റോളിംഗ് മില്ലാണ്. അങ്ങനെ നമ്മൾ റോളിംഗ് മില്ലിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നാല് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് കണ്ടിന്യൂസ് കോൾഡ് റോളിംഗ് മില്ലും, പിന്നെ റിവേഴ്സ് കോൾഡ് റോളിംഗ് മില്ലും, പിന്നെ കണ്ടിന്യൂസ് ഹോട്ട് റോളിംഗ് മില്ലും, പിന്നെ റിവേഴ്സ് ഹോട്ട് റോളിംഗ് മില്ലായിട്ട് നമ്മൾ റോളിംഗ് മില്ലിനെ ക്ലാസിഫൈ ചെയ്ത് മൊത്തം 4 ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റോളിംഗ് മില്ലിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റീൽ, അതായത് ഷീറ്റ് സ്റ്റീൽ ഹാവിങ് ഹൈ മെക്കാനിക്കൽ പ്രോപ്പർട്ടി
യൂണിഫോം ഗേജ്, ഗുഡ് സർഫസ് ക്വാളിറ്റി എന്ത് ചെയ്യും നമുക്ക് പ്രൊഡ്യൂസ് ഓൺലി ബൈ കോൾഡ് റോളിംഗ് കൂടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ മില്ലിനെ ക്ലാസിഫൈ ചെയ്തൊന്ന് കോൾഡ് റോളിങ്ങും അതായത് ഹോട്ട് റോളിംഗും ആണ്. അതിൽ റിവേഴ്സും ഉണ്ട്, കണ്ടിന്യൂസ് ടൈപ്പും ഉണ്ട്. കോൾഡിൽ തന്നെ എന്തുണ്ട്, റിവേഴ്സും ഉണ്ട്, കണ്ടിന്യൂസ് ടൈപ്പും ഉണ്ട്. അതിൽ ഹോട്ടിൽ എന്തുണ്ട്, റിവേഴ്സും ഉണ്ട്, കണ്ടിന്യൂസ് ടൈപ്പും ഉണ്ട്. ഒക്കെ അപ്പോൾ നമ്മളെന്ത് സ്റ്റീൽ റോളിംഗ് മില്ലിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹോട്ട് റോളിംഗ് മില്ല് വരുന്ന 2 ടൈപ്പ് വരുന്നുണ്ട്, കണ്ടിന്യൂസും റിവേഴ്സും. അതുപോലെ കോൾഡ് ടൈപ്പ് 2 ടൈപ്പ് ഉണ്ട്, കണ്ടിന്യൂസും റിവേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഷീറ്റ് ഹാവിങ് ഹൈ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഷീറ്റൊക്കെ എന്താണ് നമ്മൾ യൂണിഫോം ഗേജ് അതുപോലെ ഗുഡ് സർഫസ് ക്വാണ്ടിറ്റി ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് കോൾഡ് റോളിംഗ് കൂടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഷീറ്റ് സ്റ്റീൽ ഹാവിങ് ഹൈ എന്താണ് മെക്കാനിക് പ്രോപ്പർട്ടി, യൂണിഫോം ഗേജ്, ഗുഡ് സർഫസ് ഒക്കെ ഉള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൾഡ് റോളിംഗ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ബ്ലൂംസ്, സ്ലാബ്, ബിറ്റ്സ്, ട്രിപ്സൊക്കെ നമുക്ക് എന്ത് പറ്റും ബൈ ഹോട്ട് റോളിംഗ് കൂടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ റിവേഴ്സ് മില്ലിങ്ങിൽ ഓൺലി എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് എന്ത് ചെയ്യും, നമ്മളെ റോള് കയറിയാൽ നമുക്ക് എന്ത് ചെയ്യും ഒരു സ്റ്റാൻഡേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെറ്റലിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സ്റ്റാൻഡ് ഫ്രണ്ടും ബാക്കുള്ള മോഷനിൽ മുന്നോട്ട് പോകും, ബാക്കോട്ടും. അതായത് ഈ റിവേഴ്സ് മില്ലിൽ എന്താണ് ഒരു സ്റ്റാൻഡേ ഉണ്ടാവും, നമ്മളെ ഈ റോൾസ് കയറിയാനുള്ള ഒരു സ്റ്റാൻഡേ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, മെറ്റലിനെ പ്രസ് ചെയ്താൽ എന്ത് ചെയ്യും, അതന്നെ മുന്നോട്ട് പോയി ബാക്കോട്ട് പോയി ഇതിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മോഷനിൽ അതന്നെ ഉണ്ട്, ഒറ്റ സ്റ്റാൻഡേ ഉണ്ടാവും. അങ്ങനെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മോഷനെ പറയുന്ന പേരാണെന്ത്, പാസ് എന്ന് പറയും. അതായത് ഇൻ റിവേഴ്സ് മില്ല് ദർ ഈസ് ഓൺലി വൺ സ്റ്റാൻഡ്, ഒരു സ്റ്റാൻഡേ ഉണ്ടാവും. എന്ത്, ക്യാരിങ് ദ റോൾസ് ക്യാരി ചെയ്യാൻ ഒരു സ്റ്റാൻഡേ ഉണ്ടാവും. ദാറ്റ് പ്രസ് ദ മെറ്റൽ ഈസ് പാസ് ത്രൂ ദി സ്റ്റാൻഡ് ആൾട്ടർനേറ്റീവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്. അതായത് ആൾട്ടർനേറ്റ് ആയിട്ട് ഫോർവേഡും ബാക്ക്വേഡും എന്ത് ചെയ്യും, ആ സ്റ്റാൻഡ് മാത്രമേ എന്ത് ചെയ്യും മൂവ്, ഒറ്റ സ്റ്റാൻഡേ ഉണ്ടാവും. ആ സ്റ്റാൻഡിലേക്ക് നമ്മളെ മെറ്റൽ ഉണ്ടാവുക. മെറ്റൽ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആൾട്ടർനേറ്റീവ് ആയിട്ട് ആ സ്റ്റാൻഡ് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ടും ബാക്കും ഫോർവേഡും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അങ്ങനെ സെവറൽ ടൈംസ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം അങ്ങോട്ടും എന്ത് ചെയ്യും, മുന്നോട്ടും ബാക്കോട്ടും അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ കുറേ പ്രാവശ്യം ഈ മുന്നോട്ടും ബാക്കോട്ടും ഉള്ള ഫോർവേഡും ബാക്ക്വേർഡുള്ള മൂവ്മെൻറ്റിന് പറയുന്ന പേരാണെന്ത്, പാസ് എന്ന് പറയും. അപ്പോൾ അതെന്താ റിവേഴ്സ് മില്ലിലാണ് അത് നടക്കുന്നത്. അതിൽ നമ്മളെ കണ്ടിന്യൂസ് ഹോട്ട് മില്ല് എന്താണ് യൂഷ്വലി മാനുഫാക്ചർ നമ്മൾ പറഞ്ഞ ബിൽസ്, സ്ട്രിപ്പൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, റിക്വയർമെൻറ്റ് ഓഫ് ഡ്രൈവ് ഫോർ റിവേഴ്സ് ഹോട്ട് മില്ലിങ് നോക്കാം. നമ്മളെ റോളിംഗ് മില്ലിൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഒന്നാണ് റിവേഴ്സ് ഹോട്ട് മില്ലിങ് റോളിംഗ് മിൽസ് എന്ന് പറയുന്നത്. അതിലാണ് മെയിൻ ഡ്രൈവ് എന്താണ് കൺസിസ്റ്റ് ഓഫ് either മോട്ടർ, മെയിൻ ഡ്രൈവിലൊരു മോട്ടർ ഉണ്ടാവും. അതെന്ത് ചെയ്യും, ഡ്രൈവ് ബോത്ത് റോളും അതേപോലെ നമ്മളെ ട്രിൻ ഡ്രൈവ് അറേഞ്ച്മെൻ്റ് ആയിട്ട് ഉണ്ടാവുക. അത് നമ്മളെ റോളും അതേപോലെ പിനിയനും എന്ത് ചെയ്യണം കൺട്രോൾ ചെയ്യുക. അതായത് മെയിൻ ഡ്രൈവിൽ എന്തായിട്ട് നമുക്ക് എന്താ either ഒരു മോട്ടർ ഉണ്ടാവുക, ആ മോട്ടർ എന്ത് ചെയ്യും ഡ്രൈവ് ബോത്ത് നമ്മളെ റോളും അതേപോലെ ത്രൂ പിനിയനും ഡ്രൈവ് ട്വിൻ അറേഞ്ച്മെൻറ്റിലേക്ക് ഉണ്ടാവുക. ഇൻ വിച്ച് ഈച്ച് റോൾ സെപ്പറേറ്റ് ഡ്രൈവൺ, അതായത് ഓരോ റോളും സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈവൻ ചെയ്യും. പിന്നെ എന്താണ് ഈ സിംഗിൾ ആർമേച്ചർ മോട്ടർ മേ ബി യൂസ് ഫോർ എന്താണ് മിൽ ഓഫ് മീഡിയം സൈസിനുള്ളത് നമ്മൾ സിംഗിൾ ആർമേച്ചർ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡബിൾ ആർമേച്ചർ മോട്ടർ എന്ത് ചെയ്യുന്നത് ലാർജ് മിൽസിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ റിക്വയർമെൻറ്റ് എന്താണ് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് വേരിയേഷൻ ആണ്. പിന്നെ എന്താണ് എബിലിറ്റി ഓഫ് ദ മോട്ടർ ആൻഡ് ഈസ് കൺട്രോൾ എക്യുപ്മെൻറ്റ് ടു പെർമിറ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടും അതേപോലെ റിവേഴ്സൽ. അതായത് മെയിനായിട്ട് വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് വേരിയേഷൻ ഉണ്ട്. പിന്നെ എന്താണ് എബിലിറ്റി ഓഫ് ദ മോട്ടർ ആൻഡ് ഈസ് കൺട്രോൾ എക്യുപ്മെൻറ്റ് എന്താ ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ റിവേഴ്സലൊക്കെ എന്താണ് നമുക്ക് പറ്റണം. അതായത് എബിലിറ്റി ഓഫ് ദ മോട്ടറിൻ്റെ എബിലിറ്റി അതേപോലെ കൺട്രോൾ എക്യുപ്മെൻറ്റ് എന്താണ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ റിവേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ എന്താണ് റിവേഴ്സൽ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ റൊട്ടേഷൻ മോട്ടർ വിത്തൗട്ട് കോസിങ് സീരിയസ് ഡിസ്റ്റർബൻസ് പവർ ഹാൻഡ്ലിംഗ് സർക്യൂട്ട്. അതായത് റിവേഴ്സ് നമ്മൾ മോട്ടറിൻ്റെ റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റില്ല, സർക്യൂട്ടിൽ പവർ ഹാൻഡ്ലിംഗ് സർക്യൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അതായത് സർക്യൂട്ടിൽ കട്ടാവാൻ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ എന്ത് ചെയ്യും, മോട്ടറിനെ റിവേഴ്സ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സർക്യൂട്ട് സപ്ലൈ അല്ലെങ്കിൽ ഇതൊന്നും കട്ടാവാൻ പാടില്ല. പിന്നെ എന്താണ് ഓട്ടോമാറ്റിക് കൺട്രോൾ ഓഫ് ഓപ്പറേഷൻ, അതായത് ഓപ്പറേഷൻ അധികം ഓട്ടോമാറ്റിക് കൺട്രോളിലേക്കും ഉണ്ടാവുക. പിന്നെ എന്താണ് ഹൈ റിലയബിലിറ്റിയും ആക്യുറസിയാണ് നമ്മളെന്ത് ഏതിൽ പറയുന്നത് റിക്വയർമെൻറ്റ് ഓഫ് ഡ്രൈവ് ഫോർ റിവേഴ്സ് ഹോട്ട് റോളിങ്ങിൽ മെയിനായിട്ട് പറയുന്ന കാര്യമാണ്. വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് വേരിയേഷൻ ഉണ്ട്, ഹൈ റിലയബിലിറ്റി ആക്യുറസിയാണ്, പിന്നെ ഓട്ടോമാറ്റിക് കൺട്രോൾ ഓപ്പറേഷനാണ്, റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മോട്ടർ എന്താകാൻ പാടില്ല നമ്മളെ സപ്ലൈനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് എബിലിറ്റി ഓഫ് ദ മോട്ടറും അതിൻ്റെ കൺട്രോൾ എക്യുപ്മെൻറ്റ് എന്താണ് പെർമിറ്റ് ഫ്രീക്വൻറ്റ് സ്റ്റാർട്ടും അതേപോലെ റിവേഴ്സലും നടക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മളെ റിക്വയർമെൻറ്റ് ഓഫ് ഡ്രൈവ് ഫോർ എന്താണ് കണ്ടിന്യൂസ് റിവേഴ്സ് ഹോട്ട് റോളിംഗ് മില്ലിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ് റിക്കമെൻഡ് ഓഫ് ദ ഡ്രൈവ് ഫോർ എന്താണ് കണ്ടിന്യൂസ് ഹോട്ട് റോളിംഗ് മില്ലാണ്. മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിവേഴ്സിങ്
ഹോട്ട് റോളിംഗ് മില്ലാണ്. അടുത്ത നമുക്ക് കണ്ടിന്യൂസ് ഹോട്ട് റോളിംഗ്, അതായത് ഹോട്ട് റോളിംഗ് മില്ലിലെ റിവേഴ്സൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അടുത്തത് കണ്ടിന്യൂസ് ആണ്. ഇതിൽ നമ്മൾ എന്താണ് ബില്ലറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ആർ പ്രൊഡ്യൂസ് യൂസിങ്. ഈ മില്ലിൽ നമ്മൾ എന്താണ് റോളിംഗ് മില്ല്, അതായത് ഹോട്ട് റോളിംഗ് മില്ലിൽ ബില്ലറ്റ്സ് ആണ് നമ്മളധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ബില്ലറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്, ഡിഫറെൻറ്റ് ഗ്യാപ്പ് ലെങ്ത് ഒക്കെയാണ് ഇതിൽ നമ്മൾ പ്രൊഡ്യൂസ് യൂസിങ്, ഈ മില്ല് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ബില്ലറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ആർ പ്രൊഡ്യൂസ് യൂസിങ് ദിസ് മിൽ. പിന്നെ എന്താണ് ഡിഫറെൻറ്റ് ഗ്യാപ്പ് ലെങ്ത് ബിറ്റ്വീൻ ദ വർക്കിംഗ് റോൾ ആർ ടു ബി സെറ്റ്. അതായത് ഓരോ ഇതായിട്ടുള്ള ഗ്യാപ്പ്, വർക്കിംഗ് റോളുമായിട്ടുള്ള ഇടയിലുള്ള ഗ്യാപ്പ് സെറ്റിങ്സ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അതായത് മെയിനായിട്ട് ഈ കണ്ടിന്യൂസ് ഹോട്ട് റോളിംഗ് മില്ലിൽ നമ്മൾ ബില്ലറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡയമെൻഷൻ ആർ പ്രൊഡ്യൂസ്, ഈ മില്ലിൽ അതാണ് ബില്ലറ്റ് ഡിഫറെൻറ്റ് ഡയമെൻഷനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഡിഫറെൻറ്റ് ഗ്യാപ്പ് ലെങ്ത് എന്ത് ചെയ്യണം, ബിറ്റ്വീൻ ദ വർക്കിംഗ് റോൾ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ഫോർ എ സ്പെസിഫിക് ഗ്യാപ്പ് സെറ്റിംഗ് ദ സ്പീഡ് ഓഫ് സ്റ്റാൻഡേർഡ് മോട്ടർ മെയിൻറ്റെയിൻ അറ്റ് വേരിയസ്. അതേപോലെ നമ്മളെ ഫോർ എ സ്പെസിഫിക് ഗ്യാപ്പ് സെറ്റിംഗ്, നമ്മളെ എന്തെങ്കിലും സ്പെസിഫിക് ഗ്യാപ്പ് സെറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞ്, ഇതിൻ്റെ ഗ്യാപ്പ് സെറ്റിംഗ് നമ്മൾ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ സ്പെസിഫിക് ഗ്യാപ്പ് സെറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മോട്ടറിൻ്റെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. വാല്യൂസ് ഡിഫറെൻ്റ്ലി സൈറ്റ്ലി എന്താണ് ഫ്രം ഈച്ച് ടു ടേക്ക് കെയർ. ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണം. അതായത് നമുക്ക് ഗ്യാപ്പ് സെറ്റിങ്സ്, സ്പെസിഫിക് ഗ്യാപ്പ് സെറ്റിങ്സ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളെ മോട്ടറിൻ്റെ സ്പീഡ് നമ്മൾ ഗ്രാജുവലി നമ്മൾ കൺട്രോൾ ചെയ്യണം. അതേപോലെ എന്താണ് ഇൻ ഓർഡർ ടു അവോയ്ഡ് സാഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ ബിറ്റ്വീൻ സ്റ്റാൻഡും അതുപോലെ സ്പീഡ് ഓഫ് ദ സ്റ്റാൻഡും മോട്ടർ എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഹൈ ആക്യുറസി ഓഫ് ഡിഗ്രീസിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് മെറ്റൽ റോൾ ചെയ്തിട്ട് ബിൽസ് ആക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള സാഗ് ഒഴിവാക്കുക. അതായത് ഇൻ ഓർഡർ ടു അവോയ്ഡ് സാഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മെറ്റൽ ബിറ്റ്വീൻ സ്റ്റാൻഡും അതേപോലെ സ്പീഡ് ഓഫ് ദ സ്റ്റാൻഡും മോട്ടറും എന്ത് ചെയ്യണം, നമ്മൾ കൺട്രോൾ ചെയ്യണം. ടു എ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതേപോലെ വർക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്ത് നമ്മളെ മെറ്റൽ കോണ്ടാക്ട്, അതായത് വർക്കിംഗ് റോൾസായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, അതായത് വർക്കിംഗ് മെറ്റൽ കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ വർക്കിംഗ് റോൾ. അതായത് മെറ്റൽ നമ്മൾ എന്ത് ചെയ്യും, വർക്കിംഗ് റോളായിട്ട് കോണ്ടാക്ട് ചെയ്യാതെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീഡ് നമ്മൾ ഓപ്പറേഷൻ നമ്മളത് കൺട്രോൾ ചെയ്യണം. അതായത് മെറ്റൽ കം ഇൻ ടു കോണ്ടാക്ട്, നമ്മൾ മെറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് റോൾസായിട്ട് കോണ്ടാക്ട് ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ എന്താണ് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, സഡൻ ആപ്ലിക്കേഷൻ ലോഡ്, മോട്ടറിൻ്റെ ലോഡ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ സ്പീഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതെന്ത് ചെയ്യും, നമ്മളെ സാഗ് ബിറ്റ്വീൻ സ്റ്റാൻഡിൽ സാഗ് കൂടാനും ചാൻസ് ഉണ്ട്. അതായത് നമ്മളെ മെറ്റൽ വർക്കിംഗ് റോളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മളെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്യും, അവിടെ കൺട്രോൾ ചെയ്യണം. അങ്ങനെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ത് ചെയ്യും, അവിടെ നമ്മളെ മോട്ടറിൻ്റെ ലോഡ് കൂടും. അങ്ങനെ ലോഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ സ്പീഡ് കുറയും. അതേപോലെ എന്ത് ചെയ്യും, നമ്മളെ മെറ്റലിൻ്റെ സ്റ്റാൻഡ് നമ്മളുടെ സാഗ് എന്ത് ചെയ്യും, കൂടും ചെയ്യും. ഹെൻസ് ബൈ മീൻസ് ഓഫ് ഓട്ടോമാറ്റിക് കൺട്രോൾ സ്കീം എന്ത് ഏറ്റവും സ്പീഡ് ഓഫ് ദ മോട്ടർ ക്യാൻ ബി റീസെറ്റ് ടു വാല്യൂ ക്വിക്ക്ലി ആസ് പോസിബിൾ. അപ്പം മെയിനായിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് മാനുവലായിട്ട് നമുക്കിങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഹോട്ട് റോളിംഗ് മില്ല് അധികം ഓട്ടോമാറ്റിക് കൺട്രോളിംഗ് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെ സ്പീഡൊക്കെ ഇങ്ങനെ കുറഞ്ഞ ചാൻസ്, മോട്ടറിൽ ലോഡ് കൂടിയാൽ അതിൻ്റെ എന്ത് ചെയ്യും, സ്പീഡ് കുറയും. അങ്ങനെ സ്പീഡ് കുറഞ്ഞാൽ എന്ത് ചെയ്യും, അത് അവിടുത്തെ മെറ്റലിൻ്റെ സ്റ്റാൻഡിലുള്ള സ്പീഡ് കുറയും. അപ്പോൾ അവിടെ നിന്ന് സാഗ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് ഓട്ടോമാറ്റിക് കൺട്രോളിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത റോളിംഗ് മില്ലിൻ്റെ 2 ടൈപ്പാണ്. ഏതൊക്കെയാണെന്ന് റിവേഴ്സ് ഹോട്ട് റോളിംഗ് മില്ലും അതുപോലെ കണ്ടിന്യൂസ് ഹോട്ട് റോളിംഗ് മില്ലും ആണ്. ജസ്റ്റ് നമുക്ക് എന്ത് അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത 2 ഭാഗമായ കണ്ടിന്യൂസ് കോൾഡ് റോളിംഗ് മില്ലും അതുപോലെ റിവേഴ്സിങ് കോൾഡ് റോളിംഗ് മില്ലും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിൽ ഡിസ്കസ് ചെയ്യാം.